ചിത്രോദയം സ്നാപ് ന്യൂസിലേക്ക് സ്വാഗതം. മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഇറാനെതിരെ മുന്നറിയിപ്പുമായി ഇസ്രായേൽ. ഇറാൻ കാണിച്ചത് വലിയ അബദ്ധമായി പോയെന്നും ഇതിനെതിരെ അതിശക്തമായി തിരിച്ചടിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. ലെബനനിൽ ഇസ്രായേൽ കര ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേലിനെതിരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. 400ഓളം മിസൈലുകളാണ് ഇസ്രായേൽ മണ്ണിൽ പതിച്ചത്. ആക്രമണത്തിൽ ഒരു പാലസ്തീനി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റെന്നാണ് വിവരം. ഇറാൻ കാണിച്ചത് വലിയ അബദ്ധം. ഇതിന് അവർ വില കൊടുക്കേണ്ടി വരും. ആരാണോ ഞങ്ങളെ ആക്രമിക്കുന്നത് അവരെ ഞങ്ങൾ ആക്രമിക്കും. ഗാസയും ലെബനനും നേരിട്ടതുപോലെ വളരെ വേദന നിറഞ്ഞൊരു പാഠം ഇറാനും പഠിക്കേണ്ടി വരും. പ്രതിരോധിക്കാനുള്ള ഞങ്ങളുടെ ദൃഢനിശ്ചയത്തെക്കുറിച്ച് ഇറാന് മനസ്സിലാകില്ല. അതുപോലെ തന്നെ ശത്രുക്കളെ വകവരുത്തുന്നതിൽ ഞങ്ങൾ കാണിക്കുന്ന ദൃഢനിശ്ചയവും അവർക്കറിയില്ല. ഇറാൻ മിസൈൽ ആക്രമണം പരാജയമായിരുന്നുവെന്നും നെതന്യാഹു അവകാശപ്പെട്ടു. മിസൈലുകൾ പലതും തകർത്തതായി US സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും പറഞ്ഞു. എന്നാൽ 90% മിസൈലുകളും ലക്ഷ്യം കണ്ടതായി ഇറാൻ വ്യക്തമാക്കി. 170ഓളം ഡ്രോണുകളും 30 ക്രൂയിസ് മിസൈലുകളുമാണ് ഇറാൻ തൊടുത്തത്. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ലയുടെ കൊലയ്ക്കുള്ള തിരിച്ചടിയാണിതെന്നും ഇറാൻ പ്രതികരിച്ചു. അന്താരാഷ്ട്ര നിയന്ത്രണങ്ങളുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പ്രതിരോധിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്നും ഇറാൻ പറഞ്ഞു. തങ്ങളുടെ പ്രദേശത്ത് എന്തെങ്കിലും നാശം വരുത്തിയാൽ ഇസ്രായേലിനെ പൂർണ്ണമായും തകർത്തു കളയുമെന്ന് ഇറാന്റെ ആംഡ് ഫോഴ്സ് തലവൻ ജനറൽ മുഹമ്മദ് ബഗേരി പറഞ്ഞു. ഇപ്പോഴത്തേതിൽ നിന്നും ഇരട്ടി വീര്യത്തോടെ പ്രതികരിക്കാനും പ്രതിരോധിക്കാനും റവല്യൂഷണറി ഗാർഡ് തയ്യാറെടുക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിനെതിരെ അതിവേഗത്തിലായിരുന്നു ഇറാന്റെ വ്യോമാക്രമണം ഉണ്ടായത്. ഇനിയും ആക്രമണം നടത്തുമെന്നാണ് ഇറാനും വ്യക്തമാക്കുന്നത്. ഇതോടെ പശ്ചിമേഷ്യ മറ്റൊരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ആശങ്ക ശക്തമാണ്. അതിനിടെ തങ്ങളുടെ പൂർണ്ണ പിന്തുണ ഇസ്രായേലിനുണ്ടെന്ന് US വ്യക്തമാക്കി. തങ്ങൾ ഇസ്രായേലുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും തുടർ നടപടികളെക്കുറിച്ച് ചർച്ച നടത്തുകയാണെന്നും US പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചു. എന്തുതരം പ്രതികരണമാണ് ഇറാൻ നേരിടാനിരിക്കുന്നതെന്നാണ് കാത്തിരിക്കുന്നതെന്നും ബൈഡൻ പറഞ്ഞു. ഇറാൻ ആക്രമണത്തിന് ഒരുങ്ങുന്നതായി US ഇന്നലെയോടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിനായി ഇറാൻ തയ്യാറെടുക്കുന്നതെന്നും പ്രതിരോധിക്കാൻ ഇസ്രായേലിനെ പിന്തുണ നൽകുകയാണെന്നുമായിരുന്നു വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയത്. ഇസ്രായേലിലെ 3 മിലിറ്ററി ബേസുകളാണ് ഇറാൻ ലക്ഷ്യം വെച്ചതെന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ഇസ്രായേൽ ഏത് രീതിയിലായിരിക്കും തിരിച്ചടിക്കുക എന്നതാണ് ഉറ്റുനോക്കപ്പെടുന്നത്. ഇറാന്റെ ആണവ സംവിധാനങ്ങൾ ഇസ്രായേൽ ലക്ഷ്യം വെക്കുമോ എന്ന് ഉറ്റുനോക്കപ്പെടുന്നുണ്ട്. സംഭവം വേദനാജനകമെന്നും ഇസ്രായേലിന്റെ UN പ്രതിനിധി പറഞ്ഞതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ടെൽ അവീവിന് സമീപം ജാഫയിലുണ്ടായ വെടിവയ്പിൽ മരണം 6 10 പേർ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. പ്രത്യാക്രമണത്തിൽ പോലീസ് 2 തോക്കുധാരികളെയും വധിച്ചു. നിലവിൽ ആശങ്കയില്ലെന്നും മലയാളികളടക്കം സുരക്ഷിതരാണെന്നുമാണ് വിവരം. താൽക്കാലികമായി അടച്ച ഇസ്രായേൽ വ്യോമപാത തുറന്നു. വെടിനിർത്തൽ അനിവാര്യമെന്ന് UN സെക്രട്ടറി ജനറൽ അഭിപ്രായപ്പെട്ടു. ഇസ്രായേലിനെതിരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതിന് പിന്നാലെ ലെബനൻ തെരുവിൽ ആഹ്ലാദ പ്രകടനം നടന്നിരുന്നു. ബെയ്റൂട്ടിൽ ആളുകൾ പടക്കങ്ങൾ പൊട്ടിച്ചാണ് ഇറാന്റെ ആക്രമണത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചതെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലിൽ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ മുന്നറിയിപ്പുമായി ഇറാനും രംഗത്തെത്തിയിരുന്നു. ഇത് ഇസ്രായേലിനെതിരെയുള്ള ശക്തമായ പ്രതികരണമാണ്. തിരിച്ചടിച്ചാൽ പ്രത്യാക്രമണം രൂക്ഷമാകുമെന്നാണ് മുന്നറിയിപ്പ്. യഥാക്രമം എല്ലാം നടപ്പിലാക്കി. സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ ഭീകരപ്രവർത്തനങ്ങളോടുള്ള ഇറാന്റെ നിയമപരവും നിയമാനുസൃതവുമായ പ്രതികരണമാണിത്. സയനിസ്റ്റ് ഭരണകൂടം പ്രതികരിക്കാനോ കൂടുതൽ ദ്രോഹപ്രവർത്തനങ്ങൾ നടത്താനോ ധൈര്യപ്പെടുകയാണെങ്കിൽ തുടർന്നും പ്രതികരണം ഉണ്ടാകും, ഇറാൻ വ്യക്തമാക്കി. US-നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഏതെങ്കിലും ശത്രുതാപരമായ നടപടികളിൽ അമേരിക്ക ഇടപെടുകയോ എന്തെങ്കിലും ബോംബിംഗ് പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്താൽ ഇറാഖിലെയും പ്രദേശത്തെയും എല്ലാ അമേരിക്കൻ താവളങ്ങളും ലക്ഷ്യമിടുമെന്നായിരുന്നു US-നുള്ള മുന്നറിയിപ്പ്. ഇറാനെതിരെയുള്ള പ്രതിരോധത്തിൽ ഇസ്രായേലിന് പിന്തുണ നൽകാൻ US സൈന്യത്തോട് പ്രസിഡന്റ് ജോ ബൈഡൻ ഉത്തരവിട്ടു. ഇസ്രായേലിന് പിന്തുണയുമായി മധ്യപൂർവ്വ ദേശത്ത് US-ന് 40,000 സൈനികരാണുള്ളത്. 2 ആഴ്ചയിലേറെയായി തുടരുന്ന കനത്ത ബോംബാക്രമണങ്ങൾക്ക് പിന്നാലെ ഇന്നലെ തെക്കൻ ലെബനനിൽ തങ്ങളുടെ കമാൻഡോകൾ പ്രവേശിച്ചതായി ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ ആക്രമണം. ലെബനൻ, ഇറാഖ്, ജോർദാൻ എന്നീ രാജ്യങ്ങൾ വ്യോമപാതകൾ അടച്ചു.